ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് കൊച്ചിയിൽ വീടുകളിൽ പൊങ്കാല സമർപ്പണം നടന്നു. കേരളത്തിലെ ഏറ്റവും ആദരണീയമായ ഉത്സവങ്ങളിലൊന്നാണ് ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരത്താണ് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ പാർവതി ദേവിക്ക് പ്രാർത്ഥനകളും പൊങ്കാലയും അർപ്പിക്കാൻ ദശലക്ഷക്കണക്കിന് സ്ത്രീഭക്തരാണ് ഒത്തുകൂടുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നുമുള്ള സ്ത്രീഭക്തർ പുണ്യോത്സവത്തിൽ പങ്കെടുക്കാൻ ഒത്തുകൂടുന്നു. ക്ഷേത്ര പരിസരം പൊങ്കാലയുടെ സുഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കും. അരി, ശർക്കര എന്നിവ ചേർത്തുണ്ടാക്കിയ മധുരവിഭവം സ്ത്രീഭക്തർ മണിക്കൂറുകളോളം ഈ നിമിഷത്തിനായി തയ്യാറെടുക്കും. പാചകം ചെയ്യുന്നു. ക്ഷേത്രത്തിനു ചുറ്റും താൽക്കാലിക അടുപ്പുകളിൽ പൊങ്കാലയിടുന്നു. പാർവതി ദേവിയുടെ അനുഗ്രഹം തേടിയാണ് പൊങ്കാല അർപ്പിക്കുന്നത്. ദേവിക്ക് പൊങ്കാല അർപ്പിക്കുമ്പോൾ ഭക്തർ അവരുടെ കുടുംബങ്ങളുടെ ക്ഷേമത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെയും ആത്മീയതയുടെയും ആഘോഷമാണ് ഈ ഉത്സവം. ഇതൊരു അനുഷ്ഠാനമാണ്. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്ന അതുല്യവും ആകർഷകവുമായ ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി വീടുകളിലും പൊങ്കാല ഇടുന്നത് പതിവാണ്. കുമ്പളങ്ങി, ഇല്ലിക്കൽ, അഴിക്കകം, പുത്തൻപുരക്കൽ തറവാട്ടിലും ഇതിന്റെ ഭാഗമായി പൊങ്കാല അടുപ്പുകൾ ഉയർന്നു. രാവിലെ 3 പണ്ടാര അടുപ്പുകളിലായാണ് ശിശുപാലന്റെ ഭാര്യ ബിജു, മകൾ അനഘ, സഹോദര ഭാര്യ ഷീബ, ഷിജു എന്നിവരാണ് അടുപ്പുകളിൽ മൺകലത്തിൽ നിവേദ്യം നിറച്ചത്. തുടർന്ന് വീടിനകത്ത് കയറാതെ പുറത്ത് മണിക്കൂറുകളോളം ചെലവഴിച്ച് ഉച്ചയ്ക്ക് 1:15 അടുപ്പിൽ നിന്നും നിവേദ്യം ഏറ്റുവാങ്ങിയത്. വീടിന് മുറ്റത്ത് പ്രത്യേകം അടുപ്പുകൾ ഒരുക്കി കുരുത്തോലപ്പന്തൽ പുഷ്പങ്ങളാൽ അലങ്കൃതമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇതാദ്യമായാണ് പുത്തൻപുരക്കൽ വീട്ടുമുറ്റത്ത് അടുപ്പ് തയ്യാറാക്കി ആറ്റുകാൽ പൊങ്കാല ദിവസം ദേവിക്കായി നിവേദ്യം സമർപ്പിക്കുന്നതെന്നും ഇതിനായി പ്രത്യേകം വ്രതമെടുത്തതായും വീട്ടമ്മ ബിജു ശിശുപാലൻ പറയുന്നു. മറ്റു വീടുകളിലും പൊങ്കാല സമർപ്പണം നടന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.